ആപ്പിളിൻ്റെ iPhone XS Max നമുക്ക് ആപ്പിളിൽ നിന്ന് 2019 കിട്ടിയ ഫോൺസിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ 2021 സമയത്ത് ഈ ഫോൺ എങ്ങനെയാണോ ഉള്ളതെന്നും അതേ കണക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം കാണും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് XS Maxൻ്റെ ഒരു പുതിയ യൂണിറ്റ് ഇപ്പോൾ വാങ്ങിക്കാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് ആയിരിക്കും വാങ്ങിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ പ്രൈസിങ്ങിനകത്ത് നിങ്ങൾക്ക് ഒരു വലിയ സംശയം വരും. കാരണം ഏത് പ്രൈസിലാണ് ഇത് വരേണ്ടത്? അത് കണക്ക് തന്നെ ഇപ്പോൾ നല്ലൊരു യൂണിറ്റ് ആണെങ്കിൽ, അതായത് നല്ല ബാറ്ററി ഹെൽത്ത് ഉള്ള നല്ല കണ്ടീഷൻ ഒരു സെറ്റ് ആണെങ്കിൽ അതിന് എത്ര പ്രൈസ് കൊടുക്കണം, അത് എത്ര പ്രൈസിന് വേർത്താന്നുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യം ഒരു സംശയം കാണും. അപ്പോൾ അത് നമുക്ക് ആദ്യമേ നോക്കാം. അതായത് പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് ഒരു 90% റേഞ്ചിന് മുകളിലുള്ള ബാറ്ററി ഹെൽത്തുള്ള ഫോണാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രൈസിംഗ് എന്ന് പറയുന്നത്, അതായത് XS Maxൻ്റെ ഒരു പ്രൈസിംഗ് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35,000 തൊട്ട് ഒരു 40,000 റേഞ്ചിലാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൈസിംഗ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിങ്ങിന് മേളിൽ പോവുകയാണെങ്കിൽ നമുക്ക് iPhone 11 പ്രൈസിങ്ങിലേക്ക് കയറുവാണ്. അപ്പോൾ അത് വരാൻ നേരത്തെ iPhone 11 എന്ന് പറയുന്നത് ഈ ഫോണിനെക്കാട്ടിയും ഒരു വർഷം കൂടെ പുതിയൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ചില കാര്യത്തിനകത്ത് XS Maxനെക്കാട്ടിയും പുറകെ നിൽക്കുന്നൊരു ഫോണാണെങ്കിലും ആ ഫോൺ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ XS Maxൻ്റെ പ്രൈസ് റേഞ്ച് നോക്കണം. അത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നല്ലൊരു യൂണിറ്റ് കിട്ടുവാണെങ്കിൽ XS Max എന്ന് പറയുന്ന ഫോൺ ഇപ്പോഴും കുറേ കാര്യത്തിലൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ ആപ്പിളിൻ്റെ എല്ലാ ഫോൺസിനകത്തും പെർഫോമൻസ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. കാരണം ഇപ്പം നമ്മളൊരു iPhone 8 10 ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെയൊക്കെ പെർഫോമൻസ് ഒരു ഇപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഈ XS Max എന്ന് പറയുന്നതിൻ്റെ പെർഫോമൻസിനകത്ത് നമുക്ക് സംശയമൊന്നും വരേണ്ടതല്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു ഫോൺ തന്നെയാണ്. ഇതിനകത്ത് പ്രൊസസ്സർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A12 ബയോണിക് ചിപ്പാണ്. അതുകൂടെ വരുന്ന റാം എന്ന് പറഞ്ഞാൽ 4GB, പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻ നമുക്ക് 64 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും 64GB സ്റ്റോറേജ് ഓപ്ഷൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ അതിനെക്കാട്ടിയും കൂടിയൊരു സ്റ്റോറേജ് ഓപ്ഷൻ തന്നെ നോക്കണം. അതുകൂടെ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇപ്പം iOS 14 നോക്കിയാൽ പോലും ഏറ്റവും നല്ലോണം തന്നെയാണ് വന്നേക്കുന്നത്. അത് നമ്മളിപ്പോൾ നോർമൽ ടാസ്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബ്രൗസ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മളിപ്പം ഹോം സ്ക്രീനിൽ കൂടെ ബ്രൗസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ് ബ്രൗസിംഗ് ചെയ്യുന്നെങ്കിൽ പോലും ഫോൺ ലാഗ് ആവുന്നോ അല്ലെങ്കിൽ സ്ലോ ആവുന്നതൊന്നും കാണത്തില്ല. വളരെ സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ അതിനോട് തന്നെ നമ്മൾ ഹെവി ആയ ടാസ്ക് ചെയ്യുമ്പോൾ പോലും ഫോൺ സ്ലോ ആവുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ലോഡിംഗ് ടൈം, ചില ആപ്സിനകത്തൊക്കെ ലോഡിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും വരുന്നത്. പക്ഷേ എന്നാലും ഫോൺ ചൂടാവുന്ന കാര്യം എടുത്താൽ പോലും ഫോൺ അങ്ങനെ അധികമൊന്നും ചൂടാവുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഇപ്പോൾ iOS 14 നോക്കിയപ്പോൾ പോലും ഏറ്റവും നല്ലോണം തന്നെയാണ് വന്നേക്കുന്നത്. അത് മാത്രമല്ല വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ iOS 14 ആണ് ഇപ്പോൾ ഇതിനകത്തുള്ള iOS വേർഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതിനകത്തുള്ള എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എന്തായാലും ഒരു 3 വർഷത്തേക്കും കൂടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു ഫോണാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ സോഫ്റ്റ്വെയർ കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി ഒരു 2-3 വർഷത്തേക്ക് തന്നെ ഫോണിൻ്റെ പെർഫോമൻസിനകത്ത് പ്രശ്നം വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഇവിടുത്തെ റാം മാനേജ്മെൻറ്റിനകത്ത് തന്നെ നമുക്ക് റാം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഒന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു 6 തൊട്ട് 8 ആപ്പൊക്കെ മെമ്മറിയിൽ ഓപ്പണായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ആപ്പ് ലോഡ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും ആപ്പ് ലോഡിംഗ് ടൈമും അങ്ങനെ ഭയങ്കര കൂടുതലൊന്നുമില്ല ഇപ്പോൾ നോർമൽ ആപ്സ് ഒക്കെ ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യൂസർ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2021 നോക്കിയപ്പോൾ പോലും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൻഡ്രോയിഡ് ഫോൺസ് ഇപ്പോൾ 35,000 40,000 റേഞ്ചിലൊക്കെ ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി നല്ലോണം പെർഫോം ചെയ്യുന്നൊരു ഫോൺ തന്നെയാണ് ഈ iPhone XS Max എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 2019 ഒരു ആൻഡ്രോയിഡ് ഫോണായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം 2019 വന്ന ആൻഡ്രോയിഡ് ഫോൺസ് മിക്കതും ഇപ്പോൾ സ്ലോ ആയിട്ടുണ്ട്, OnePlus ഫോൺസ് ഒഴികെ. അപ്പോൾ അങ്ങനത്തെ രീതിയിലും ഇതിന് നല്ലൊരു പ്ലസ് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റിയാണ്. അതായത് ഒരു ഏറ്റവും പ്രീമിയം ഫീലിംഗ് ഉള്ളൊരു ഫോൺ തന്നെയാണ്. അതായത് നമുക്ക് ഇവിടുത്തെ മെറ്റീരിയൽസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ്. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത് ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ പോലും ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു 2 വർഷത്തിന് മേളിൽ ഉപയോഗിച്ചൊരു ഫോണാണ് എൻ്റെ കയ്യിലുള്ള ഈ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ പോലും ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയുന്ന പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അത് മാത്രമല്ല ഇപ്പോൾ ഫോണിൻ്റെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലത്തെ ഗ്ലാസ്സിലും സ്ക്രാച്ച് ഉണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ മൊത്തമുള്ള ഒരു അപ്പീലിനകത്ത് അങ്ങനെ വലിയ മാറ്റം വന്നിട്ടില്ല. അതായത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ലോണം തന്നെ നിൽപ്പുണ്ട്. അത് മാത്രമല്ല ഈ ഫോൺ ഇപ്പോൾ കാണുമ്പോൾ പോലും നല്ല പ്രീമിയം ലുക്കുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ബട്ടൺസ് നോക്കിയാൽ തന്നെ ബട്ടൺസിനകത്തൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. നല്ല ഫീഡ്ബാക്ക് തരുന്ന ബട്ടൺസ് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അതായത് നമുക്കിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ഫീഡ്ബാക്കിനകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡറും നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പോർട്ട് നോക്കുവാണെങ്കിൽ ലൈറ്റ്നിങ് പോർട്ട് മാത്രമാണ് ഒരു പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തൊരു ഫോണാണിത്. അത് നമ്മൾ ഈ പോർട്ട് തന്നെ ഇപ്പോൾ 2 വർഷം ഉപയോഗിച്ചിട്ടും ആ പോർട്ടിനകത്തും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. അതായത് ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഒരു ഇഷ്യൂസും പറയാനില്ല. പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ നമുക്ക് IP റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഫോണാണ്. IP68 റേറ്റിംഗ് വരുന്ന ഒരു ഫോണാണ്. അതായത് നമുക്ക് 2 മീറ്റർ 30 മിനിറ്റത്തേക്കുള്ള വാട്ടർ റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഈ ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല പ്രീമിയം ഫീലുള്ള പ്രീമിയം ലുക്കുള്ള ഒരു ഡിസൈൻ ആണെങ്കിൽ പോലും ഡിസൈൻ കാണുമ്പോൾ പ്രത്യേകിച്ച് ഫ്രണ്ടിൽ നിന്ന് കാണാൻ നേരത്ത് നമ്മൾ ഇപ്പോഴത്തെ iPhone ഡിസൈൻ കണക്കാണ്. അതായത് നോച്ച് ഉണ്ട്, പിന്നെ ബെസൽസ് കുറവാണെങ്കിൽ ഈ നോച്ച് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ വലിയൊരു അപ്പീൽ കാണത്തില്ല. അപ്പോൾ എല്ലാ iPhonesലും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീതിയും വലുപ്പവും വെയിറ്റും ഒക്കെ ഉള്ളൊരു ഫോണാണ് ഈ XS Max എന്ന് പറയുന്നത്. അത് ഈ പേര് തന്നെ ഉണ്ട്, മാക്സ് സൈസ് ഫോണാണ്. അതായത് നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരുപാട് വലിയ ഫോൺസ് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഫോൺ എന്തായാലും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇവിടുത്തെ കനത്തിൻ്റെ കാര്യത്തിനകത്ത് കനം
കനം ഭയങ്കരമായിട്ടില്ല, 7.7 mm തിക്നെസ്സേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ iPhone 12 Pro Max ഉപയോഗിച്ചാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതെന്ന് പറയുന്നതിനകത്ത് സൈഡിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഈ iPhone XS Maxലില്ല. അതായത് കർവ്ഡ് ആയിട്ടുള്ള സൈഡ് വരുന്നതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിൽ നല്ലോണം നിൽക്കുന്ന ഒരു ഫോണാണ്. പക്ഷേ ഈ സൈഡ് കർവ്ഡ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് XS Maxും 12 Pro Maxും കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഫോണുകൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഫോൺ എന്ന് പറയുന്നത് XS Max തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിക്ക് ഇതാണ്. അതായത് നമുക്കിപ്പോൾ 2020 പറയുവാണെങ്കിൽ പോലും ആ പ്രീമിയം ഫീൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് അട്രാക്റ്റീവ് ഒരു ഫീച്ചറാണ്. പിന്നെ ഈ ഫോണിനകത്ത് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടും നല്ലോണം നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേ തന്നെയാണ്. ഇവിടുത്തെ ഈ ഡിസ്പ്ലേയിൽ നോച്ച് വരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഐഫോൺസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ എല്ലാ ഐഫോൺസിലും ഈ നോച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമായിട്ട് പറയേണ്ട ഒരു കാര്യമല്ല. അത് ഈ നോച്ച് ഉള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിനകത്ത് ഫേസ് ഐ ഡി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് അൺലോക്കിന് വേണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് iOS 14.5 വരുന്ന സമയത്ത് നിങ്ങളിൽ ഒരു ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. അതും ഈ മാസ്ക് ഉപയോഗിക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഫേസ് ഐ ഡി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയ അൺലോക്കിംഗ് മെത്തേഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഫേസ് ഐ ഡി വരുന്നതുകൊണ്ടാണ് ഈ നോച്ച് വന്നേക്കുന്നത്. അതും ഈ നോച്ച് എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആണ്. അതായത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 ഇഞ്ചാണ്. ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നോച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തറിയുന്നൊരു കാര്യമല്ല. അതും ഈ ഡിസ്പ്ലേ ഒരു OLED ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2688/1242 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 458 ppi ആണ്. അത് ഈ ഡിസ്പ്ലേക്ക് അത് നമുക്ക് ട്രൂ ടോൺ സപ്പോർട്ടും 3D ടച്ചും അതേ കണക്ക് തന്നെ അതിനകത്ത് വൈറ്റ് കളർ P3 സപ്പോർട്ടും ഒക്കെ വരുന്നുണ്ട്. അത് ഇവിടുത്തെ മാക്സ് ബ്രൈറ്റ്നസ് ലെവൽ നോക്കുവാണെങ്കിൽ പോലും 625 nits വരെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പോഴും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. അത് HDR സപ്പോർട്ടും കൂടി വരുന്ന ഡിസ്പ്ലേ ആണ്. അത് ഈ ഡിസ്പ്ലേ വെച്ച് നമ്മൾ കണ്ടന്റ് കാണുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അത് നമ്മൾ വ്യൂയിങ് ആംഗിൾസ് നോക്കിയാൽ ഇപ്പോഴും നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്ത് ഗ്രീൻ ടിൻ്റ് എഫക്റ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ കളേഴ്സൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അത് നമുക്കിപ്പോൾ അവൈലബിൾ ആയ 40,000 പ്രൈസ് റേഞ്ച് വരുന്ന ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന തരം ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ iPhone XS Max വന്നേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ കളർ അക്യുറസിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് ഒന്നും വരുന്നില്ല. നമുക്കിവിടെ വരുന്ന റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ 60 Hz ഉള്ളൂ. പക്ഷേ നമുക്ക് ഐഫോൺസ് എല്ലാത്തിനകത്തും അങ്ങനെ തന്നെയാണ്. അതും ഇവിടുത്തെ പെർഫോമൻസ് നല്ലോണം തന്നെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു റിഫ്രഷ് റേറ്റ് കുറഞ്ഞൊരു പ്രശ്നം നമുക്കിവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഏറ്റവും നല്ലത് തന്നെയാണ്. അത് നമുക്ക് ഈ ഡിസ്പ്ലേയുടെ കൂടെ നല്ല സ്പീക്കർ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീഡിയ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ മീഡിയ കാണുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അത് ഈ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ലൗഡ് ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്ലാരിറ്റി നല്ലോണം കിട്ടുന്നുണ്ട്. അതിനൊക്കെ ഇവിടെ ഓഡിയോ പ്ലേ ബാക്ക് നോക്കാൻ നേരം നമുക്ക് സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും വരുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടുത്തെ മൊത്തമുള്ള മീഡിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ വന്നേക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം ഇവിടുത്തെ നല്ലോണം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതെന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാമറ സിസ്റ്റമാണ്. അത് നമ്മൾ ഈ ഫോണിനകത്ത് ഇപ്പോൾ നോക്കിയതിനകത്ത് വെച്ച് ഒരു 40,000 ബഡ്ജറ്റിനകത്ത് നല്ല രീതിയിൽ തന്നെയാണ് മിക്ക കാര്യങ്ങളും വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും നല്ലോണം നിൽക്കുന്ന വേറെ കാര്യം കൂടിയാണ് ഈ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ബാക്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 2 ക്യാമറയാണ് കിട്ടുന്നത്. അതും ഈ 2 ക്യാമറയും 12 മെഗാപിക്സൽ ക്യാമറയാണ്. അത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. അതിന് നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത ക്യാമറ അതൊരു ടെലിഫോട്ടോ ക്യാമറയാണ്. അതും 12 മെഗാപിക്സൽ ക്യാമറ തന്നെയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. അതിനകത്തും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അത് ഈ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് നോക്കാൻ നേരത്ത് ഇപ്പോഴും നല്ല ഷാർപ്പായ ഫോട്ടോസാണ്. അതായത് നമുക്ക് ക്വാളിറ്റിക്കകത്തൊന്നും ഇഷ്യൂസ് ഇല്ല. ഡൈനാമിക് റേഞ്ച് കൊള്ളാം. അതിനൊക്കെ തന്നെ നമ്മളിപ്പം ഡീറ്റെയിലിംഗ് നോക്കുവാണെങ്കിൽ നല്ലോണം തന്നെ ഡീറ്റെയിൽസും വരുന്നുണ്ട്. കളേഴ്സിനകത്തും അക്യുറസി ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇരുട്ടുള്ള സ്ഥലങ്ങൾ നോക്കാൻ നേരത്ത് അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയൊരു ഡാർക്കായിട്ടിരിക്കുന്ന പോർഷൻ ആണെങ്കിൽ അവിടെ ചെറിയൊരു ഡീറ്റെയിൽ നഷ്ടം കിട്ടുന്നുണ്ട്. അതായത് ഡീറ്റെയിൽ നഷ്ടം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ വേറെ കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലൈറ്റ് ഉള്ള സമയത്ത് കാര്യമാണെങ്കിൽ പറഞ്ഞത് ലൈറ്റ് കുറയുവാണെങ്കിൽ നമുക്ക് ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനിൽ എടുക്കാൻ നേരത്ത് നമ്മുടെ ഒഫീഷ്യൽ ക്യാമറ ആപ്പിന് നമുക്ക് നൈറ്റ് മോഡ് സപ്പോർട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നല്ലോണം കുറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷേ നമുക്ക് തേർഡ് പാർട്ടി ആപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ന്യൂറൽ ക്യാമറകത്ത് ആപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് മോഡ് സപ്പോർട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം കുറച്ചൊക്കെ മാറ്റാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ക്യാമറയുടെ കാര്യം. ഇനി അടുത്ത വെച്ചാൽ ടെലിഫോട്ടോ ക്യാമറയാണ്. ഇപ്പോൾ ഈ ടെലിഫോട്ടോ ക്യാമറയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂമും 10x വരെ ഡിജിറ്റൽ സൂമും വരുന്നുണ്ട്. അത് ഈ ടെലിഫോട്ടോ ക്യാമറ ഉപയോഗിക്കുമ്പം അത് നമുക്ക് സൂം ചെയ്തെടുക്കുന്ന ഷോട്ട്സ് എന്ന് പറയുന്നതും നല്ല ലൈറ്റുള്ള സിറ്റുവേഷനിൽ എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഈ ടെലിഫോട്ടോ ക്യാമറ സൂം ചെയ്തെടുക്കുന്ന ഷോട്ട്സിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ്. നമുക്കിവിടെ പോർട്രേറ്റ് ലൈറ്റിംഗ് നോക്കുവാണെങ്കിൽ 6 ലൈറ്റ് എഫക്റ്റ് ആണ് വരുന്നത്. അത് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള പോർട്രേറ്റ് ഫോട്ടോസാണ് ഈ iPhone XS Max എടുക്കുന്നത്. iPhone 11-നെക്കാട്ടിയൊക്കെ നല്ല പോർട്രേറ്റ് ഫോട്ടോസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഷോട്ട്സ് എടുക്കാൻ ഒരുപാട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ വീഡിയോ റെക്കോർഡിംഗിലേക്ക് വരുവാണെങ്കിൽ ഐഫോൺസ് എടുക്കുന്ന വീഡിയോസ് എപ്പോഴും നല്ല തന്നെയാണ്. അതും ഈ XS Maxനകത്ത് നമുക്ക് 4K 60 FPS ഒരു വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എക്സ്റ്റൻഡ് ഡൈനാമിക് റേഞ്ചുള്ള വീഡിയോ ആണെങ്കിൽ 30 FPS പറ്റൂ. അതുകൊടുത്ത് വീഡിയോ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഇപ്പം നോക്കിയാൽ പോലും എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റായ വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടിയേക്കുന്നത്. അത് നമുക്കൊരു 45,000 റേഞ്ചോ അല്ലെങ്കിൽ ഒരു 50,000 റേഞ്ചുള്ള ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി മികച്ച് നിൽക്കുകയാണ്. അപ്പോൾ iPhone 11 കമ്പയർ ചെയ്യാൻ നേരത്തെ iPhone 11 വീഡിയോ ക്വാളിറ്റിയാണ് ഇതിനെക്കാട്ടി നല്ലത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് കിട്ടിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ലോണം
നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു മെയിൻ വീഡിയോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ 10s Max വെച്ച് എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിന് പറ്റി തന്നെയാണ്. നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ടിലുള്ള ക്യാമറ എന്ന് പറയുന്നത് ഒരു 7 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അത് ഈ ഫ്രണ്ട് ക്യാമറയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഫ്രെയിം ഓഫ് ക്യാപ്ചർ നോക്കാൻ നേരത്ത് വളരെ കൊച്ചാണ്. അത് മാത്രമല്ല ലൈറ്റ് ഉള്ള സമയത്ത് എടുത്താൽ മാത്രമേ ഉള്ളൂ സെൽഫീസിന് നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷനിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ സെൽഫീസിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ഡീറ്റെയിൽസ് പോകുന്നുണ്ട്, അതിനങ്ങനെ സോഫ്റ്റ് ആവുകയാണ് സെൽഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ സെൽഫി ക്യാമറയ്ക്കകത്തും സ്ട്രോങ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. ഇവിടെ നമുക്ക് 1080p 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. അത് വീഡിയോസ് നല്ല സ്റ്റേബിളായിട്ട് വരുവാണ്. പിന്നെ കളേഴ്സിനകത്തും ആക്യുറസിക്കകത്തൊന്നും ഇഷ്യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് വ്ളോഗിങ്ങിന് പറ്റിയൊരു വീഡിയോ ക്യാമറ തന്നെയാണ്. അത് നമുക്ക് ഫ്രണ്ട് ക്യാമറ വ്ളോഗിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്യാമറ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ നോക്കുമ്പം നമ്മളിപ്പോൾ ഐഫോണായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, അതിന് ഒരു ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ആണ്. ഇപ്പോൾ OnePlus ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ OnePlus 80 ആയിട്ട് നോക്കുവാണെങ്കിൽ OnePlus 80യിലുള്ള ക്യാമറ സിസ്റ്റത്തിനെക്കാട്ടിയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ iPhone XS Maxലെ ക്യാമറ സിസ്റ്റം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ XS Maxനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിക്കകത്താണ്. ഇതിൻ്റെ ബാറ്ററി ഒരു ഐഫോൺ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കാൻ നേരത്തെ അത്യാവശ്യം വലിയൊരു ബാറ്ററി തന്നെയാണ്. 3174 mAh ബാറ്ററിയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമുക്കിതിൻ്റെ ഒരു പുതിയ യൂണിറ്റ് കിട്ടാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന യൂണിറ്റ് ബാറ്ററി ഹെൽത്ത് അനുസരിച്ച് ബാറ്ററി ബാക്കപ്പ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത യൂണിറ്റ് ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 87% ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്ത് മോശമായിട്ടാണ് നിന്നത്. അതായത് നമുക്കൊരു ആവറേജ് ബാറ്ററി ഹെൽത്തിനെ പറയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഹെവി യൂസ് ആണെങ്കിൽ ഒരു 3.5 മണിക്കൂർ റേഞ്ചിലും ഒരു ആവറേജ് യൂസൊക്കെ ആണെങ്കിൽ ഒരു 4 മണിക്കൂർ റേഞ്ചിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ മോശമായ സ്ക്രീൻ ഓൺ ടൈം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഓൺ ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ഹെവി യൂസ് ഉള്ളൊരു ദിവസമാണെങ്കിൽ ഫോൺ ഒന്നിലധികം വട്ടം ഒരു ദിവസം ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ബാറ്ററി ബാക്കപ്പ് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ നമുക്ക് പക്ഷേ 100% ബാറ്ററി ഹെൽത്തുള്ള ഒരു ഫോൺ ആണെങ്കിൽ ഇതിനെക്കാട്ടി നല്ല ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിന് വന്നനെ. പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് പുതിയത് കിട്ടാൻ ഇനി പാടാണ്. പക്ഷേ നമുക്ക് 90% മുകളിലുള്ള ബാറ്ററി ഹെൽത്ത് ആണെങ്കിൽ പോലും ഇതിലും ബെറ്റർ ഒരു ബാറ്ററി ബാക്കപ്പാണ് വരേണ്ടത്. പിന്നെ നമ്മളടുത്ത് ചാർജിങ്ങിൻ്റെ കാര്യം നോക്കാൻ നേരത്തെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് വയർഡ് ചാർജിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ചാർജിങ് ബ്രിക്ക് വാങ്ങിക്കേണ്ടി വരും. അത് നമ്മളൊരു 20 വാട്ട് അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ, ആപ്പിളിൻ്റെ അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അരമണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50% ബാറ്ററി ചാർജായി കിട്ടണം. പക്ഷേ നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ വരുന്ന ചാർജർ എന്ന് പറയുന്നത് ഒരു 5 വാട്ട് ചാർജറാണ്. അത് വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ റേഞ്ച് എടുക്കും 100%ലേക്ക് ചാർജ് ചെയ്യാൻ 0% നിന്ന്. പിന്നെ അതാണ് ഈ ഫോൺ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഫോണിന് വയർലെസ് ചാർജിങ് വരുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ വയർലെസ് ചാർജർ നിങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് വയർലെസ് ചാർജിങ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല, നോർമൽ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് ആണ്. ഒരു 7.5 വാട്ട്സ് വരെ നമുക്ക് വയർലെസ് ചാർജിങ് സ്പീഡ് കിട്ടുന്നുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 സിം ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് 2 സിം എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമേ നാനോ സിം ഇടാൻ പറ്റൂ. അടുത്ത സിം എന്ന് പറയുന്നത് ഈ സിം അല്ലെങ്കിൽ എംബഡഡ് സിം ആയിരിക്കണം. അത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് 5G സപ്പോർട്ട് വരുന്നില്ല. അത് നമുക്ക് ഐഫോൺസിനകത്ത് iPhone 12 സീരീസിൽ മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസ് എടുക്കുകയാണെങ്കിൽ 20,000 പ്രൈസ് റേഞ്ചിലുള്ള ആൻഡ്രോയിഡ് ഫോൺസ് വരെ ഇപ്പോൾ 5G സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഫോണിന് 5G സപ്പോർട്ട് ഇല്ല. അതായത് നമുക്ക് 5G എന്ന് പറഞ്ഞ കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഫോൺ എടുക്കുന്നതിനകത്ത് കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ 5G ഇനിയും ലോഞ്ച് ആവാൻ സമയം എടുക്കും. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ 5G ഫുള്ളായിട്ട് അവൈലബിൾ ആയി വരാൻ ഇനി ഒരു 2 വർഷം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് 5G ഇപ്പോൾ വരും തോന്നുന്നുണ്ടെങ്കിൽ ഈ ഫോണിനകത്ത് അങ്ങനെ സപ്പോർട്ട് വരുന്നില്ല. പിന്നെ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ പറഞ്ഞാൽ ബ്ലൂടൂത്ത് 5 ആണ്. പിന്നെ വൈഫൈ വേർഷൻ നോക്കാൻ നേരത്ത് വൈഫൈ 5 തന്നെയാണ്. പിന്നെ നമുക്ക് NFC സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആപ്പിൾ പേ ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ iPhone XS Maxൻ്റെ 2021 മൊത്തത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം നോക്കിക്കഴിയാൻ നേരത്ത് ഈ ഫോണിൻ്റെ ഇപ്പോഴുള്ള സ്ട്രോങ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസും ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയും പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയും കൂടിയാണ്. പക്ഷേ ഇവിടെ വന്നേക്കുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഫോണിൻ്റെ പുതിയൊരു യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ തന്നെ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് നല്ലോണം നോക്കിയിട്ട് എടുക്കാവും. ബാറ്ററിയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 90% മുകളിലുള്ള ബാറ്ററി ഹെൽത്ത് വരുന്ന ഫോണാണ് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ഡീൽ കിട്ടുവാണെങ്കിൽ ഈ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടി മികച്ച തന്നെ നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു 40,000 മുകളിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നതെങ്കിൽ ഞാൻ ഈ ഫോണിനെക്കാട്ടി റെക്കമെൻഡ് ചെയ്യുന്നത് iPhone 11 തന്നെയാണ്. കാരണം iPhone 11 എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി ഒരു വർഷം കൂടെ പുതിയ ഫോണാണ്. അത് അതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ എടുത്ത് പറയേണ്ട അതിനകത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ എന്ന് പറയുന്നത് ഒരു വർഷം കൂടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫോൺ കൂടിയാണ്. പക്ഷേ iPhone 11 കമ്പയർ ചെയ്യുമ്പോൾ തന്നെ iPhone XS Maxൻ്റെ ഇപ്പോഴും അഡ്വാൻറ്റേജ് വന്നേക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബിൽഡ് ക്വാളിറ്റിയും അതിനൊക്കെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് iPhone XS Maxൻ്റെ നല്ലൊരു യൂണിറ്റ് നല്ല ബാറ്ററി ഹെൽത്ത് ഉള്ള ഒരെണ്ണം കിട്ടുവാണ്, നല്ല ഡീലാണെങ്കിൽ എന്തായാലും ഈ XS Max നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ഈ 2021 പോലും. ഇപ്പോൾ ഇത്ര വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.